എന്ത് സന്തോഷമായിട്ടാണ് സ്ത്രീ വീഡിയോ എടുക്കുന്നത്. ഒരു പുരുഷനെ മുട്ടി ആസ്വദിച്ചിട്ടാണോ വീഡിയോ എടുക്കുന്നത്? ഒരു മര്യാദയുള്ള ഒരു മാനുള്ള സ്ത്രീയാണ് ഒരിക്കലും ഒരുത്തം മുട്ടുന്നത് വീഡിയോ എടുത്തോണ്ടിരിക്കില്ല. അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തി അയാളെ അറിയാതെ നിൽക്കുക. ഇത് അങ്ങോട്ട് ചെന്ന് മുട്ടനാണ് കാണുന്നത്. ചേട്ടാ മുട്ടല്ലേ ചേട്ടാ, താല്പര്യമില്ല, ഒന്ന് നീങ്ങിക്കൂ, തീർന്നു അവിടെ ഇല്ലേ? കുറേ ഫെമിനിസ്റ്റുകൾ അതിനുവേണ്ടി നടക്കുക. എന്തിനാണ് ഈ പുരുഷനെ ആക്രമിക്കുന്നത്? ഈ പോലീസും സംവിധാനമൊക്കെ എന്തിനാ? ഇവള് തന്നെ എല്ലാം കൂടി ചെയ്യട്ടെ, അവൾ തന്നെ ഒരു കോടതി വെക്കട്ടെ, എന്നിട്ട് അവൾ തന്നെ നിയമം പാസ്സാക്കട്ടെ. ഞാൻ പറഞ്ഞ ഇതിനെയൊക്കെ കിടത്തണം ജീവിതകാലം മുഴുവൻ. ഒരു കുടുംബമാണ് നശിപ്പിച്ചിരിക്കുന്നത്. അത് എന്താ ഉദ്ദേശം എന്താ? പൈസ മിണ്ടാതിരുന്ന് കാശ് ഉണ്ടാക്കാം, ഇവിടെ കറങ്ങി നടക്കുക, കൊണ്ടുപോവുക, കാശ് തരുമ്പോൾ അവന് കുറ്റം പറയുക. ഇതാണ് ഇപ്പോൾ നടക്കുന്നത് 20% സ്ത്രീകളിൽ. നിങ്ങൾ പുരുഷന്മാർക്ക് വരാൻ പോകുന്ന ഏറ്റവും വലിയ ആപത്താണ്. സ്ത്രീകൾ അടുത്ത് വരുമ്പോൾ നിങ്ങളിങ്ങനെ മാറിപ്പോകുന്ന അവസ്ഥയാണ് പോകുന്നത്. ഒരു പെൺകുട്ടിക്ക് അറിയില്ലേ ഒരു പുരുഷൻ്റെ കൂടെ എന്തൊക്കെ നടക്കുള്ളൂ? ഏതൊരു പുരുഷനും ഒരു സ്ത്രീയെ കൊണ്ടുപോയി, ഒരു പെൺകുട്ടിയെ പോയി കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കാനൊക്കെ സംഭവിച്ചു. ഒരു കുട്ടി വയറ്റിലുമായി ആയെങ്കിൽ അയാളത് സ്വീകരിക്കാൻ തയ്യാറല്ല. അയാൾ ചോയ്സ് കൊടുക്കാനൊന്നും സംസാരിക്കാൻ നിൽക്കരുത്. മാന്യമായിട്ട് പോയി എവിടെയെങ്കിലും പോയി നന്നായി പ്രസവിച്ച് കുട്ടിയെ കൊണ്ട് DNA ടെസ്റ്റ് എടുക്കുക, കൊണ്ട് കാണിക്കുക. അതാ DNA ടെസ്റ്റ് നിങ്ങളാണ് കൊച്ചിൻ്റെ അർത്ഥം. എനിക്കിത്തിരി പൈസ എൻ്റെ ബാങ്കിലേക്ക് ഇടണം, ഒരു 2 കോടി ബാങ്കിലേക്ക് ഇടണം. വാർത്തകളിൽ ഷിംഷി ഇവളുടെ മുഖം ബ്ലറായിട്ട് കാണിക്കുന്നത്, ആളുടെ മുഖം കൃത്യമായിട്ടും എന്തുകൊണ്ടായിരിക്കും? ഞാനിത് പലവട്ടം ചോദിച്ചിട്ടുണ്ട്. വലിച്ചു കയറി ആ പെണ്ണിന്റെ മുഖം കാണിക്കണം. നിയമത്തിൽ സ്ത്രീയെ കാണിക്കാൻ പാടില്ലെന്ന്. അതെന്ത് നിയമമാണ്? ചില അഭിപ്രായങ്ങൾ അങ്ങനെയാണ്. ആദ്യ കേൾവിയിൽ പ്രതികൂലിക്കുമെങ്കിലും പിന്നീട് എവിടെയൊക്കെയോ അതിലും ഒരു ശരിയുണ്ടെന്ന് തോന്നിപ്പോകുന്ന ചില സാഹചര്യങ്ങളുണ്ട്. അത്തരത്തിലൊരാളാണ് ഒരുപക്ഷെ 30 വർഷത്തിലേറെ മലയാള സിനിമയിലെ സജീവ സാന്നിധ്യം. ഇന്ന് നവമാധ്യമങ്ങളിലൂടെയാണെങ്കിലും മറ്റും അഭിപ്രായങ്ങളിലെ വേറിട്ട ശബ്ദം സാന്നിധ്യം പ്രിയങ്ക അനൂപ്. നമസ്കാരം ചേച്ചി. നമസ്കാരം. ഈ പലപ്പോഴും നമ്മൾ ഏതൊരു വിഷയങ്ങളിലാണെങ്കിൽ പോലും, അല്ലെങ്കിൽ സ്ത്രീ പുരുഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കിടക്കുകയാണെങ്കിൽ പോലും എല്ലാ വിഭാഗവും അനുകൂലിക്കും. പക്ഷേ പുരുഷനുമായി ബന്ധപ്പെട്ട ഒരു കാര്യം വരുമ്പോൾ ശബ്ദങ്ങൾ കൂടുതൽ വരുന്നതും അത് പുരുഷ കേസരികളുടെ ശബ്ദം തന്നെയായിരിക്കും. പക്ഷേ ആദ്യം വരുന്നൊരു സ്ത്രീ ശബ്ദം ഉണ്ടെങ്കിൽ അവിടെ ചേച്ചിണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ എപ്പം മുതൽ ഈ ഒരു തിരിച്ചറിവും വഴിത്തിരിവൊക്കെ? തിരിച്ചറിവല്ല, അത് നമ്മളെ ജീവിതത്തിൽ കണ്ട സത്യമായ കാര്യങ്ങളായതുകൊണ്ട് മാത്രം, റിയാലിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു കമ്മീഷൻ വേണമെന്നും കുറേ ദുഃഖം അനുഭവിക്കുന്ന പുരുഷന്മാർ കണ്ട് മനസ്സിലാക്കി, അല്ലാതെ എടുത്തു ചാടിയതൊന്നുമല്ല. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ എനിക്കും ഉള്ളതും പുരുഷന്മാരെ എൻ്റെ വീട്ടിലല്ലേ ഉള്ളത്. വളർന്നു വരുന്ന എൻ്റെ ഒരു മോനും കൂടിയാണ്. അപ്പം ഞാൻ നോക്കുന്നത് കാണുന്നത് കുറേ കാര്യങ്ങളിൽ പുരുഷന്മാരിൽ ന്യായമുണ്ട്. എല്ലാവരും സത്യസന്ധരാണെന്ന് സ്ത്രീകളിലും ഇല്ല, പുരുഷന്മാരിലും ഇല്ല. രണ്ടുപേരിൽ തെറ്റുകാരുണ്ട്. പക്ഷെ പുരുഷന്മാരാണ് ഏറ്റവും കൂടുതൽ ക്രൂശിക്കപ്പെടുന്നത്. അത് റിയലായിട്ട് മനസ്സിലായതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളുടെ ഒപ്പം തന്നെ നിൽക്കാൻ തീരുമാനിച്ചത്. അതിനി എൻ്റെ ജീവിതം തീരുന്നവരെ നിങ്ങളുടെ ഒപ്പം തന്നെ ഞാൻ നിൽക്കും. തെറ്റിച്ചെരികളൊക്കെ സഞ്ചരിച്ചു വരും. നമ്മൾ തന്നെ പറയുന്ന ഒരു പ്രയോഗമുണ്ട്, സത്യം ചെരുപ്പിട്ട് വരുമ്പോഴേക്കും കള്ളം ലോകം മുഴുവൻ കറങ്ങിയിട്ടുണ്ടാകുന്നത്. അപ്പം അതിന് ഏറ്റവും ഒടുവിൽ ദീപകിന്റെ കാര്യത്തിൽ കൂടെ സംഭവിച്ചിരിക്കുന്നു, ജീവൻ ഒടുക്കി എന്നുള്ള രീതിയിലേക്ക്. അപ്പം ഒരു പക്ഷേ നവമാധ്യമങ്ങൾ കോടതിയായിട്ട് മാറുന്നത് നമ്മൾ കാണുന്നുണ്ട്. എവിടെ ഇതിൽ പ്രശ്നം പറ്റുന്നത്? പണ്ട് കാലങ്ങളിൽ നമുക്കിങ്ങനെ വീഡിയോ പോസ്റ്റ് ചെയ്യാനോ വീഡിയോ എടുക്കാനോ ഉള്ള സംവിധാനങ്ങളൊന്നുമില്ല. ഒരു തട്ടി ഒരുത്തൻ നമ്മളെ ഞാൻ പണ്ട് പറഞ്ഞ ഒരാൾ നമ്മളെ നോക്കുമ്പോൾ അയാളുടെ കണ്ണിൽ എന്ത് വികാരാന്ന് പെണ്ണുങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് നോക്കാം, ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് റിയാക്ട് ചെയ്യാം, എന്താടാന്ന് ചോദിക്കാനുള്ള തൻ്റെ ഇടം നമ്മൾക്കുണ്ട്. അതൊന്നും ചെയ്യാതെ അന്നത്തെ കാലത്ത് ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് ഞങ്ങൾ. അത് പുരുഷനിലും ഉണ്ട് സ്ത്രീയിലും ഉണ്ട്. പുരുഷനൊന്ന് മുട്ടി നമുക്ക് ഇഷ്ടപ്പെട്ടില്ലേ മാറി നിൽക്കണോ എന്ന് പറയാൻ നമുക്കറിയാം. ഇപ്പോഴത്തെ കാലം ഇപ്പം എന്താ കാണുന്നത്? ഇന്ന് കണ്ട അനുഭവം എന്താണ്? സ്ത്രീ അങ്ങോട്ട് മുട്ടുക. കാലം മാറി. സ്ത്രീക്ക് എന്താണ് പറ്റണത്? എന്നിട്ട് സ്ത്രീകളെ പൊക്കി പിടിച്ച് സംസാരിക്കുക. ഞാൻ വിട്ടുകൊടുക്കില്ല ഈ കാര്യം. കാരണം ഒരെണ്ണം മുമ്പുണ്ടായി. അതിനുശേഷം ഞാൻ ആ വീഡിയോ ശ്രദ്ധിച്ച് കണ്ടു. ഒന്നാമത് നമ്മൾ സെൽഫി എടുക്കുമ്പോൾ ഒരു പുരുഷനും സ്ത്രീ എടുത്ത് സെൽഫി എടുക്കുമ്പോൾ എപ്പോഴും നമ്മളോട് ചേർന്നാണ് സെൽഫി കിട്ടുക. അതേസമയം അതേ ഫോട്ടോ നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോൾ അവർ ചേർന്നല്ല നിൽക്കുന്നത്. ഒരു സ്ത്രീ സെൽഫി ഷൂട്ട് ചെയ്യണം ഇങ്ങനെ പിടിച്ച് വീഡിയോ. ഇവള് ഒരു മുട്ട് കിട്ടിയ സാധാരണ അഭിമാനമുള്ള ഒരു സ്ത്രീയാണ്. ഒരു സ്ത്രീ മേത്ത് ടച്ച് ചെയ്യുമ്പോൾ അറിയാതെ ബസ്സിലാണെങ്കിൽ പോലും അവളൊന്ന് ഒതുങ്ങും ഇല്ലേ? ഞാനാണെങ്കിൽ ഒതുങ്ങി നിൽക്കും. ഇനി അതല്ല, കൂടുതൽ മുട്ട് ആദ്യം നമ്മൾ പറയേണ്ട എന്താണ്? വീഡിയോ എടുത്ത് ആൾക്കാരെ പ്രചരിപ്പിക്കുക. അതുകൊണ്ട് കാര്യമൊന്നുമില്ല. അതൊക്കെ വേറെ ചിന്താഗതിയാണ്. പറയണം, ഒന്ന് നീങ്ങിക്കട്ടെ ചേട്ടാ, സന്തോഷപൂർവ്വം പറയാം. ബാക്കിയുള്ളവരൊക്കെ കേൾക്കുന്നുണ്ട്, അത്രയും പേരെ കേൾക്കുള്ളൂ. ഇത് ചെയ്തത് എന്താണ്? ആ പുരുഷൻ അറിഞ്ഞിട്ട് പോലും ഇല്ല. നമ്മൾ ആ വീഡിയോയിൽ വ്യക്തമായിട്ട് കാണാം. അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തി അയാളെ അറിയാതെ നിൽക്കുക. ഇത് അങ്ങോട്ട് ചെന്ന് മുട്ടനാണ് കാണുന്നത്. എന്നിട്ട് വീഡിയോ എടുത്തിട്ട് രസിക്കുക. എന്താണ്? അതും പോരാഞ്ഞിട്ട് ആ പാവപ്പെട്ട മനുഷ്യനെ മീഡിയയിൽ മുഴുവൻ കൊടുത്ത് ഇത് മുഴുവൻ അറിഞ്ഞ് അവരുടെ കുടുംബത്തിൽ ഇത്രയും പ്രശ്നങ്ങളുണ്ടായി അയാൾ ആത്മഹത്യ ചെയ്തെന്ന് പറയുമ്പോൾ സ്ത്രീയുടെ ഒരു പോക്ക് എങ്ങോട്ടാണ്? ഞാനും സ്ത്രീയാ. നമ്മളെ സ്ത്രീകൾ 100% ഇപ്പം 80 ഉള്ളൂ. 20% ഇതിനായിട്ട് നടക്കുക. എങ്ങനെ ഒരു പുരുഷനെ ആക്രമിക്കാം? കുറേ ഫെമിനിസ്റ്റുകൾ
അതിനുവേണ്ടി നടക്കുക. എന്തിനാണ് ഈ പുരുഷനെ ആക്രമിക്കുന്നത്? ഇത്തരം വീഡിയോകൾ വരുമ്പോൾ താഴെ പൊതുവെ കാണുന്നൊരു കമൻ്റാണ് ലൈക്കിനും റീച്ചിനും വേണ്ടി ചെയ്യുന്നു എന്നുള്ളത്. നവമാധ്യമങ്ങളുടെ സ്വാധീനം ശരിക്കും ഇതിന് കാരണമാവുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? മാധ്യമങ്ങൾ അത് തുറന്നു കാണിച്ചതുകൊണ്ട് ഇപ്പോൾ കാര്യം അയാൾ നഷ്ടപ്പെട്ടു. നാളെ ആണെങ്കിൽ ഇത് ചെയ്യേണ്ടത് ഇങ്ങനെ ഈ സ്ത്രീകൾക്കാണ് ആദ്യം കൊടുക്കേണ്ടത്. നേരെ സ്റ്റേഷനിൽ കൊണ്ട് കാണിക്കാം. പിന്നെ എന്തിനാ ഈ സ്റ്റേഷനൊക്കെ, ഈ പോലീസും സംവിധാനമൊക്കെ എന്തിനാ? എന്നാൽ ഇവള് തന്നെ എല്ലാം കൂടി ചെയ്യട്ടെ, അവൾ തന്നെ ഒരു കോടതി വെക്കട്ടെ, എന്നിട്ട് അവൾ തന്നെ നിയമം പാസ്സാക്കട്ടെ. ഞാൻ ചോദിക്കണേ എന്തിന്? അങ്ങനെ ഒരു പുരുഷൻ ചെയ്ത് അത് തെളിവ് വേണം, എന്ത് ചെയ്തു. അല്ലാണ്ട് ഇത്രയും സമൂഹത്തിലൊരു പുരുഷനെ ഒന്നും അറിയാത്തൊരു പുരുഷനിട്ട് അവൻ്റെ മാനസികാവസ്ഥ എന്താണ്? ആ ഒരു മോനെ പ്രതികരിച്ചായിരിക്കും ആ കുടുംബം ജീവിക്കുന്നത് അല്ലേ? ഒരു അമ്മയും അച്ഛനും ഉണ്ട് അവർക്ക്. ആ കുടുംബ ജീവിതം ഈ മോനെ എങ്ങനെ അമ്മയുടെ മുഖത്ത് നോക്കും ചെയ്യാത്ത തെറ്റിന്? ജനം മുഴുവൻ കണ്ടിട്ട് നിങ്ങളുടെ മോനല്ലേ ചോദിക്കില്ലേ? അപ്പൊ ആ പറയുന്ന ആ വ്യക്തിയുടെ ദീപകിന്റെ മനസ്സിൽ എന്ത് വിഷമിച്ച് കാണും? അതല്ലേ അവർ ആത്മഹത്യ ചെയ്തത്. ഇവർക്ക് ഈ പറയുന്ന സ്ത്രീ എന്തെങ്കിലും തന്നെ അവരങ്ങനെ എടുക്കാൻ നിൽക്കൂ? ഒരു മര്യാദയുള്ള ഒരു മാനുള്ള സ്ത്രീയാണ് ഒരിക്കലും ഒരുത്തം മുട്ടണത് വീഡിയോ എടുത്തോണ്ടിരിക്കില്ല. സെക്കൻഡ് പ്രതികരിക്കും ഇല്ലേ? സോ ഇവർ പറയുന്ന ഒരു സംഭവത്തിൽ കൂടുതലും പറയുന്നത് തെളിവായിട്ട് എടുക്കുന്നതായിരിക്കും. ഈ തെളിവ് നേരത്തെ ചേച്ചി പറഞ്ഞ പോലെ വേണമെങ്കിൽ പരാതിയുമായി ബന്ധപ്പെട്ട് സ്റ്റേഷനിൽ ഞാൻ പറയാം. തെളിവ് എടുക്കുന്നത് എന്തിനാ? അതെ, അതിനാണ് നമുക്ക് പോലീസ് സംവിധാനം ഉണ്ട്, സ്റ്റേഷനിൽ കൊണ്ട് കൊടുക്കാം. അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ പോവുക, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നമ്മുടെ വീട്ടിൽ കുടുംബത്തിൽ കാണിക്കുകയൊക്കെ. അല്ലാതെ പൊതുവായ സ്ഥലങ്ങൾ ഇങ്ങനെ എറിഞ്ഞ ഒന്നും ചെയ്യാത്ത ഒരു വ്യക്തിയാണ് കൊന്നിരിക്കുന്നത് അല്ലേ? അയാൾ അറിഞ്ഞിട്ടുണ്ടാവില്ല പാവം. ആ വീഡിയോ കണ്ടാൽ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ആ വീഡിയോ ഞാൻ പലവട്ടം കണ്ട ആളാണ്. എല്ലാ ആംഗിളിലും ഞാൻ നോക്കി. എന്തെങ്കിലും ഒരു ഭാഗത്ത് അയാളുടെ കൈയൊന്നും അനങ്ങുന്നുണ്ടോ? ഇല്ല. പക്ഷേ ഇതിനും കൂടുതൽ സാധ്യത വരുന്നത് എപ്പോഴും ഇത്തരം വീഡിയോകൾ വരുന്ന സമയത്ത്, ഇതിനു മുമ്പ് നമ്മൾ കണ്ടതാണ് KSRT സവാദ വിഷയമാണെങ്കിലും ബസ്സിലുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യമാണെങ്കിലും, ഇങ്ങനൊരു വീഡിയോ വരുന്ന സമയത്ത് പുരുഷനായിരിക്കും അവിടെ പ്രതിയായിട്ട് വരുന്നുണ്ടാവുക. ഒരു ദുരനുഭവം ഉണ്ടായി എന്നുള്ളത്. ആൾക്കൂട്ട വിചാരണ നേരിടേണ്ടി വരുന്നത് എന്തുകൊണ്ടായിരിക്കും? ഇവിടെയാണ് കുറച്ച് ശരി. കുറേ ആളുകളുടെ അഭിപ്രായം ഈ മാധ്യമങ്ങളിൽ വരുന്ന കമന്റ് ബോക്സിലായിട്ട് മാറുന്നു, നവമാധ്യമങ്ങൾ അത് കോടതിയായിട്ട് മാറുന്നു. അപ്പം ഇത് കൂടുതൽ ഇതിന് വളാവല്ലേ ചെയ്യുക? അല്ല, വളാവുന്നേക്കാൾ ഉപരി എന്താണെന്നറിയോ, ഇപ്പോൾ ഈ ചെയ്തതിനെ നിയന്ത്രിക്കുക. കാരണം ഇതുപോലെ ഇട്ടാൽ അതിനുള്ള നിയമം വരുത്തുക. പോലീസിലാണെങ്കിൽ ഇവൾക്കെതിരെ കേസ് എടുക്കുക. കാരണം ഒരെണ്ണയിൽ ഇപ്പം എടുത്തേ പറ്റൂ. ഞാൻ പറഞ്ഞ ഇതിനെയൊക്കെ കിടത്തണം ജീവിതകാലം മുഴുവൻ. ഒരു കുടുംബമാണ് നശിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ആൾക്കാർക്കും ബോധം ഉണ്ടാവും. ഇനി ചെയ്താൽ പിടിക്കും, പെണ്ണുങ്ങൾക്ക് തിരിച്ചറിവുണ്ടാവണം, ശിക്ഷിക്കണം, നാട്ടപ്പട്ടി എടുക്കണം. കാരണം ഇതിപ്പോൾ ഒരു അനുഭവമായി. ഇതുപോലെ ഇനി എന്തൊക്കെ ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്യും? വെറുതെ പോണം, നിങ്ങളെ മുട്ടി, നിങ്ങളെ തട്ടിയിട്ട് പോയി, അത് വീഡിയോ എടുത്ത് വീണ്ടും ഇട്ടാൽ നിങ്ങൾ എല്ലാവരും ആത്മഹത്യ ചെയ്യണോ? എല്ലാവരുടെ മനസ്സിലും അത്രയും കട്ടി കാണില്ല. ദീപക്കിന് കട്ടി കുറഞ്ഞുകൊണ്ട് ആ പാവം പോയി ആത്മഹത്യ ചെയ്തു. ഫേസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമുണ്ട്. കാരണം ഞാൻ പുരുഷന്മാരുടെ കൂടെ നിൽക്കണം എന്തിനാ? ഇപ്പം എനിക്ക് തോന്നി ഞാൻ ഏറ്റെടുത്തത് നല്ല കാര്യമാണ്. ഞാൻ ഇതിനു വേണ്ടി ഏത് അറ്റം വരെ ഞാൻ പോകും. നോക്കിക്കോ, നിങ്ങൾ പുരുഷന്മാരിനി ഏത് ആൾക്കാർ വന്നാലും ശരി, ഇതിനു വേണ്ടി മെൻസ് കമ്മീഷൻ വരണം എന്ന് പറഞ്ഞാൽ യാതൊരു തെറ്റുമില്ല. നിങ്ങൾ എവിടെ പോയാ പറയണത്? അമ്മ വിശ്വസിക്കും, വേറെ ആരോട് പറയും? ഇപ്പോൾ ഇത് ഒരു തവണ ഇവര് കാണിച്ചു, ബസ്സിൽ കാണിച്ചു, രണ്ടനുഭവമായി. മൂന്നാമത്തെ അനുഭവത്തിൽ ശക്തമായ നടപടി എടുക്കണം ഇവർക്കെതിരെ. ഇത് നേരെ തിരിച്ച് ഇപ്പൊ വീഡിയോ എടുക്കുന്ന കാര്യം, ഇപ്പൊ സ്ത്രീ തെളിവിന് വേണ്ടി വീഡിയോ എടുത്തു, അതിന് പകരം ആ വീഡിയോ എടുക്കുന്ന ഒരു പുരുഷനായിരുന്നു എടുത്തല്ലോ. ഞാൻ ഇന്നിപ്പോ ഒരു വീഡിയോ കണ്ടു, എടുത്തു, ആ അപ്പച്ചൻ എടുത്തു. ആ അപ്പച്ചൻ എടുത്തപ്പോ എന്താണ് യഥാർത്ഥമായിട്ട് മനസ്സിലാക്കാം. ആ സ്ത്രീ സൈഡിലാണ് നിൽക്കണേ, അവരിങ്ങനെ നിന്നിട്ടേ ഉള്ളൂ. അപ്പച്ചനെ അങ്ങോട്ട് മുട്ടി എടുത്തു. അവരിട്ടത് എന്തിനാ? അറിയണം, ജനങ്ങൾ അറിയണം, ഇതുപോലെ നടക്കും. ഈ അതേപോലെ തന്നെ തിരിച്ച് പുരുഷനെടുക്കുന്നുണ്ടെങ്കിൽ അത് അടുത്തൊരു പരാതിയായിട്ട് മാറാനായിരിക്കും കൂടുതൽ സ്വാതന്ത്ര്യം, സാധ്യത വരുന്നത്. കാരണം ഒരു സ്ത്രീയുടെ അനുവാദം ഇല്ലാതെ ഒരു ഉപദ്രവിച്ചു പോകുന്നു, അല്ലെങ്കിൽ അവരുടെ വീഡിയോ എടുക്കാൻ അവരൊരു പ്രൈവസീനെ കൂടി മാനിച്ചില്ല എന്ന രീതിയിലേക്ക് ഇത് മാറുന്നു. അപ്പം പലപ്പോഴും നിയമങ്ങളല്ല ഇവിടെ സഞ്ചരിക്കുന്നത്, അതിനേക്കാൾ ഉപരി പക്ഷപാതം ചേർന്ന് പോകുന്ന പോലെ. അതാ ഞാൻ പറഞ്ഞത്. ഇപ്പോഴും ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്നറിയോ, ഇപ്പൊ സ്റ്റേഷനിൽ ഇവർ മര്യാദയ്ക്ക്, ഇവരൊരു ജെന്യൂൻ ഒരു പേഴ്സൺ ആണെങ്കിൽ അങ്ങനെ സംഭവിച്ചാൽ ഇവർ കൊണ്ടിട്ട് ആദ്യം കൊടുക്കേണ്ടത് പോലീസ് സ്റ്റേഷനിൽ അവരോട് ചെക്ക് ചെയ്യാൻ പറയാം. അല്ലെങ്കിൽ വനിതാ കമ്മീഷനുണ്ട്, കൊണ്ടു കൊടുക്കുക. അതെ, എൻ്റെ ബസ്സിൽ അനുഭവം ഇതാണ്, ചെയ്യേണ്ട മര്യാദ അതാ. അത് നോക്കി തെളിവുണ്ടോ അയാൾ ശിക്ഷിക്കട്ടെ. ഞാനും അതാ പറഞ്ഞ, ഇപ്പോൾ ഒരു പുരുഷൻ തെറ്റ് ചെയ്ത് അയാളെല്ലാം സേവ് ചെയ്ത് കൊണ്ടുപോകാൻ ഞാൻ പറഞ്ഞിട്ടില്ല. തെറ്റ് കാണിച്ച പുരുഷൻ ശിക്ഷിക്കപ്പെടണം. തെറ്റ് ചെയ്യാതെ ഇപ്പം ഈ കാണിച്ചിരിക്കുന്നതിന് എന്ത് മറുപടി നമ്മൾ കൊടുക്കാൻ സാധിക്കും? കൊടുക്കണം. ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ പറയാണ്, തക്കതായ ശിക്ഷ കൊടുക്കണം. കാരണം നാളെ ആവർത്തിക്കരുത് സ്ത്രീകൾ ഇങ്ങനെ. 20% സ്ത്രീകൾ ഇതിനു വേണ്ടി മാത്രം നടക്കുക, പുരുഷന്മാരെ നശിപ്പിക്കാൻ. അത് എന്താ ഉദ്ദേശം? ഉദ്ദേശം എന്താ? പൈസ മിണ്ടാതിരുന്ന് കാശ് ഉണ്ടാക്കാം. അവനെ അവനെ കൂടെ കറങ്ങി നടക്കുക, കൊണ്ടുപോവുക, കാശ് തരുമ്പോൾ അവനെ കുറ്റം പറയുക. ഇതാണ് ഇപ്പോൾ നടക്കുന്നത്. 20% സ്ത്രീകൾ, ഞാൻ തുറന്നു പറയാണ്, അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം പുരുഷനെ. അത്തരത്തിൽ ഏതെങ്കിലും ഒരു അനുഭവം നേരിട്ടിട്ട് അറിയാവുന്ന കാര്യം? എല്ലാ കുറേ കാര്യങ്ങൾ നോക്കുമ്പോൾ എല്ലാം അങ്ങനെയൊക്കെ തന്നെയാണ്. എല്ലാം അങ്ങനെ തന്നെ.
ഞാൻ ചോദിച്ച പല ജിൻറ്റുകളും ചോദിച്ച ഒരു ചോദ്യം പറയാൻ വേണ്ടിയാ വീണ്ടും പറയാം. ഒരു പെൺകുട്ടിക്ക് അറിയില്ലേ ഒരു പുരുഷന്റെ കൂടെ എന്തൊക്കെ നടക്കുമെന്ന്? അവരുടെ പേരൻസും ഈ പെൺകുട്ടി ശ്രദ്ധിക്കണ്ടേ? ഇതൊക്കെ ഒരു ഘടകം തന്നെയാണ്. അഴിച്ചു വിട്ടിട്ട് അവൾ എന്തെങ്കിലുമൊക്കെ ആയി തിരിച്ചു വന്നു കഴിയുമ്പോൾ അച്ഛനും അമ്മയും ആണോ അയ്യോ എൻ്റെ മോൾക്ക് എന്ത് പറ്റി? പേരൻസിനെയാണ് ആദ്യം നിയന്ത്രിക്കണം. അവരാണ് നിയന്ത്രിക്കേണ്ടത്. മോൾ എവിടെ പോയെന്ന് ചോദിക്കണം. അല്ല, പക്ഷെ ഒരു പെൺകുട്ടി ആയതുകൊണ്ട് പേരിൽ അങ്ങനെ നിയന്ത്രിക്കണം, പാരന്റ്സ് എന്നുള്ള ഇതിലേക്ക് അയച്ചുവിടാൻ പറ്റില്ല, അവളുടെ സ്വാതന്ത്ര്യത്തിൽ നടക്കണമെന്ന് പറയുന്നത് തെറ്റുണ്ടല്ലോ. അല്ല, തെറ്റില്ല. പോയിക്കോട്ടെ, ഞാൻ പറയട്ടെ. സ്വാതന്ത്ര്യത്തിന് അങ്ങനെ പോയാൽ അത് അവര് തീർത്തോളണം. തിരിച്ച് വീട്ടിലോട്ടല്ല കൊണ്ട് കയറേണ്ടത്. കൈവിട്ട് കഴിയുമ്പോൾ എന്തിനാ കൈവിട്ട് കഴിയുമ്പോൾ പേരൻസിൻ്റെ തോടി വരുന്നത്? അവരെയും കൂടെ വിഷമിപ്പിക്കാനോ? അവർ പറഞ്ഞിട്ടാണോ പോയത്? ഞാൻ പറയുന്നത് ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു പുരുഷനും സ്ത്രീയും പോയ എങ്ങനെയായി, ഒരു പെൺകുട്ടി പോയ എങ്ങനെയാവും, ഇതൊക്കെ നല്ല ബോധമുള്ള ആൾക്കാരെ ഇപ്പോൾ ഉള്ള പെൺകുട്ടികളൊക്കെ. പക്ഷെ അവർ പിന്നെയും ചെയ്തിട്ട് ഈ പുരുഷന്റെ മേലിൽ മാത്രം എന്താ ആജ്ഞാപിക്കണം അങ്ങോട്ട്, നിങ്ങൾ ചെയ്ത തെറ്റാണെന്ന്. എന്ത് തെറ്റ്? പോകുമ്പോൾ ആലോചിക്കേണ്ടത് ഇതിനൊക്കെ. അത് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഉള്ള വിഷയം ഇത് ഒരു വലിയൊരു വിഷയമാണ്. നിങ്ങളെ പുരുഷന്മാർക്ക് വരാൻ പോകുന്ന ഏറ്റവും വലിയ ആപത്താണ്. സ്ത്രീകൾ അടുത്ത് വരുമ്പോൾ നിങ്ങളിങ്ങനെ മാറിപ്പോകേണ്ട അവസ്ഥയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറേ സ്ത്രീകൾ തന്നെ ശത്രുപക്ഷത്ത് വന്നിട്ടുണ്ടാവും. ഇപ്പം തന്നെ പ്രിയ ചേച്ചിക്ക് വന്നിട്ട് അത്തരത്തിലുള്ള ഒരു വാക്കുകൾ ഏറ്റവും മുറിവേൽപ്പിച്ചത് ഏതായിരുന്നു? എനിക്കങ്ങനെ മുറിവേൽപ്പിക്കാനായിട്ട് ആരും എന്നോട് പറഞ്ഞിട്ടില്ല. കാരണം എന്നോട് പറഞ്ഞവരൊക്കെ പറഞ്ഞ ചേച്ചി നല്ല കാര്യമാണ് കേട്ടോ. ഒരാൾ എന്നോട് ചോദിച്ചു, ഞങ്ങൾക്ക് ഇത്തിരി എതിർപ്പുണ്ട്. ഞാൻ പറഞ്ഞ എന്ത് എതിർപ്പാ ചേച്ചി? പുരുഷന്മാരുടെ കൂടെ. ഞാൻ പറഞ്ഞ ആ പുരുഷന്മാരുടെ കൂടെ നിൽക്കുന്നത് അവരുടെ ഭാര്യ അമ്മയൊക്കെ സ്ത്രീയല്ലേ, പുരുഷനാണ് അവർ കല്യാണം കഴിച്ചിരിക്കുന്നത്. ഞാൻ അവർക്ക് വേണ്ടിയാണ് സപ്പോർട്ട് ചെയ്യണത്. അതെന്താ നിങ്ങൾ കാണുന്നില്ലേ? അതുപോലെ എന്നെ നിങ്ങൾ ഇനി ഒരാൾ എന്നോട്, ഞാൻ ആളുടെ പേരൊന്നും പറയത്തില്ല, എന്നെ ഭയങ്കരമായിട്ട് ഇത് പറഞ്ഞു, അയ്യോ അവർക്ക് വേറെ പണി. ഞാൻ പറഞ്ഞു എനിക്ക് വേറെ പണിയില്ലാണ്ടല്ല, സത്യം എവിടെയുണ്ടോ അവിടെ ഞാൻ നിൽക്കും. ഇത് സത്യസന്ധമായ കാര്യമായതുകൊണ്ടാണ് നിൽക്കുന്നത്. പുരുഷന്മാർക്ക് ഒന്നുമില്ല. ഈ എല്ലാ കാര്യങ്ങൾക്കും അവരെ പറയാത്ത ഒന്നുമില്ല. അവരാണ് തെറ്റുകാർ. ഇത്രയും നാൾ ഒരു കൊല്ലം കൂടെ പോയി ആ പെണ്ണ് പോയിട്ട് ഇത്രയൊക്കെ ചെയ്ത് എല്ലാം നശിപ്പിച്ച് കുടുംബവും കളം തോണ്ടി പൈസയും കളഞ്ഞ് കൊച്ചിന് വെച്ച ഫീസ് വരെ ഈ പെണ്ണിന് എടുത്തു കൊടുത്ത് ഇതെല്ലാം കഴിഞ്ഞ് പെണ്ണ് പറയുന്നിടത്ത് മാത്രം കാര്യമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അത് വിട്ടുകൊടുക്കണത്? ഞാൻ വിട്ടുകൊടുക്കത്തില്ല. പോകുമ്പോൾ ചിന്തിക്കണം, അത് അവർ തമ്മിൽ തീർത്തോളണം. ഇപ്പോഴും ഞാൻ അതാ പറയണത്. പോണത് ശരി, പ്രേമമുണ്ട് പ്രണയമുണ്ട് ഒക്കെ ഉണ്ട്, അതൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിന് പോണതല്ലേ. അവർ വരുത്തി വെച്ചാൽ അവർ തീർത്തോളന്നേ. ഈ കുടുംബത്തിൽ പോയി ഇതുപോലെ അങ്ങേരെ കുടുംബത്തിന് എന്തിനു കൊല്ലണം വിളിച്ച് പറഞ്ഞ് ആ പുരുഷന്റെ മുഖവും കാണിച്ച് ആ പാവരിക്കുന്ന അമ്മയും ആ മര്യാദയ്ക്ക് ജീവിക്കുന്ന ഭാര്യയും മക്കളുണ്ട് അവരൊക്കെ കൊല്ലണതിന് തുല്യല്ലേ ഈ കാണിക്കുന്നത്. അതിനെതിരെ നിൽക്കണ്ടേ? ഞാൻ നിൽക്കും. ഞാൻ അങ്ങനെ നിൽക്കുകയും ചെയ്യാം. ഒരു കാരണവശാലും ഞാൻ സമ്മതിക്കില്ല. നമ്മൾ ഒരു മണിക്കൂർ പോയി, ഇപ്പം എന്നെ ഒരു മണിക്കൂർ പിടിച്ചുകൊണ്ടേ ആരെങ്കിലും റേപ്പ് ചെയ്യുമോ എന്തെങ്കിലും ചെയ്താൽ 5 പ്രാവശ്യം ഒന്നും ഒരു പെണ്ണിനെ റേപ്പ് ചെയ്യാനൊന്നും പറ്റുമൊന്നുമില്ല. ഒരു തവണ ചെയ്താൽ അപ്പം കൊടുക്ക്. എൻ്റെ അനുവാദം ഇല്ലാതെ എന്നെ ബുദ്ധിമുട്ടിച്ചു, എന്നെ ചെയ്തു എന്നും പറഞ്ഞ അയാളുടെ മുഖം കൊടുക്കുക. അതിനൊരു അന്തസ്സുണ്ട്. ഇത് 1 കൊല്ലം 6 മാസം 5 മാസമൊക്കെ പോയിട്ടാണ് കഥ വരുന്നത്. ഇത്ര ദിവസം എന്ത് ചെയ്യുമായിരുന്നു? അവരിരുന്നിട്ട് എന്തെങ്കിലും സിനിമ കണ്ടുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ വെറുതെ റോട്ടിൽ പോയി ഇരിക്കുമായിരുന്നോ? അവർ സുഖമായിട്ട് റൂം എടുക്കുന്നു, മലേഷ്യയിൽ പോകുന്നു, സിംഗപ്പൂർ പോകുന്നു, സർവത്ര സ്ഥലത്തും കറങ്ങി നടക്കുകയല്ലേ ചെയ്തിരുന്നത്. അപ്പോൾ അയാളല്ലേ പൈസ മുടക്കുക. ഇനി സ്ത്രീകൾ കൊണ്ടേ മുടക്കണ്ടോന്ന് എനിക്കറിയില്ല കേട്ടോ. ഇനി മുടക്കണ്ടാവുമായിരിക്കും. ഇതൊക്കെ അവർ തമ്മിൽ ചെയ്യുന്ന കാര്യമില്ല, അത് അവർ തമ്മിൽ തീർത്തോണം. എന്തിനീ മീഡിയാസിൻ്റെ മുമ്പിൽ പോയിരുന്ന് വർത്താനം പറയണം? നേരത്തെ ഞാൻ പറഞ്ഞതാ കറക്റ്റ്. ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഏതൊരു പുരുഷനും ഒരു സ്ത്രീയെ കൊണ്ടുപോയി, ഒരു പെൺകുട്ടിയെ പോയി കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കാന്നൊക്കെ സംഭവിച്ചു. ഒരു കുട്ടി വയറ്റിലുമായി ആയെങ്കിൽ അയാൾ അത് സ്വീകരിക്കാൻ തയ്യാറല്ല. അയാൾ ചോദിച്ചു കൊടുക്കാനൊന്നും സംസാരിക്കാൻ നിൽക്കരുത്. മാന്യമായിട്ട് പോയി എവിടെയെങ്കിലും പോയി നന്നായി പ്രസവിച്ച് കുട്ടിയെ കൊണ്ടുവരിക, DNA ടെസ്റ്റ് എടുക്കുക, കൊണ്ട് കാണിക്കുക. അതാ DNA ടെസ്റ്റ്, നിങ്ങളാണ് കൊച്ചിൻ്റെ അപ്പൻ, എനിക്കിത്തിരി പൈസ എൻ്റെ ബാങ്കിലേക്ക് ഇടണം, ഞാൻ ഈ കൊച്ചിനെ നോക്കി ജീവിച്ചോളാം. മാന്യത. ഒരു 2 കോടി ബാങ്കിലേക്ക് ഇട്ടേക്ക്. പക്ഷേ അങ്ങനെ കുട്ടിയുടെ ചെലവിന് പൈസ കിട്ടി കഴിഞ്ഞാൽ അത് സോൾവ് ആവുമോ? അല്ല എന്ത് ചെയ്യാൻ പറ്റും? ഇതുപോലെ മീഡിയ പറഞ്ഞിരുന്നാൽ സോൾവ് ആവുമോ? ഇപ്പോൾ സോൾവ് ആയോ ഏതെങ്കിലും കേസ്? എത്ര നാൾ വലിച്ചു കയറും? എത്ര ആൾക്കാർ അവളെ ക്രൂശിക്കും? ആ കൊച്ചിൻ്റെ വിധി എന്താ? അതിനേക്കാളും ഭേദമല്ലേ സ്വന്തം അച്ഛനെ എപ്പോഴും വേണി ഒന്ന് കാണാമല്ലോ. കുട്ടിയോട് സ്നേഹം അച്ഛൻ വരും, ആരും അറിയണ്ട. ആ പൈസ ബാങ്കിലിട്ട് അവൾ സുഖമായിട്ട് ജീവിക്കട്ടെ. വേണമെങ്കിൽ അയാൾ വന്നില്ല ഇഷ്ടമുള്ള പുരുഷനെ വേറെ കെട്ടി വീണ്ടും ജീവിച്ചോട്ടെ. ഈ കൊച്ചിനെ ഏറ്റെടുക്കാൻ ആളുകളും ജീവിക്കട്ടെ. അതിനൊരു മാന്യതയില്ലേ? പറ, മാന്യത ഉണ്ടോ ഇല്ലയോ? ഈ മാതിരി ചാനൽ കയറിന്നിട്ട് അയ്യോ എന്നെ അങ്ങനെ ചെയ്തു, അവിടെ കൊണ്ടുപോയി പീഡിപ്പിച്ച്, ഇവിടെ കൊണ്ടുപോയി പീഡിപ്പിച്ച്, എന്നെ ബലാത്സംഗം ചെയ്തു, എനിക്ക് മരുന്ന്, ഇതെല്ലാം പറയുന്നേക്കാൾ എത്രയോ ബെറ്ററാണ് അത്. ഒന്നിനെ സ്നേഹിച്ചിട്ടുണ്ടായ ഒരു കുട്ടിയല്ലേ, അതിനെ മരുന്ന് കൊടുത്ത് കൊല്ലണമാണോ നല്ലത്, ഇതുപോലെ വളർത്തണമാണോ നല്ലത്? ഞാനൊരു സ്ത്രീയാണ്. എൻ്റെ അഭിപ്രായത്തിൽ പ്രസവിച്ച് അതിനെ വളർത്തുക. അങ്ങനെ പ്രത്യേകിച്ച് വീട്ടിലൊരാൾക്കോ വേണ്ടപ്പെട്ട ഒരാളോ അങ്ങനെ സംഭവിച്ചാലും ഇതിനോട് അനുകൂലിക്കും? ഞാൻ അങ്ങനെ ചെയ്യാൻ പറയും, അങ്ങനെ ചെയ്യാൻ പറയും. ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുക്കും, പോയി ചെയ്തോ, ഇങ്ങനെ തന്നെ ചെയ്തോളാൻ പറയും. കുട്ടിയെ കൊല്ലരുതെന്ന് പറയും. ഞാനൊരു സ്ത്രീയാണ്, കുഞ്ഞിനെ കൊല്ലാനുള്ളതല്ല. കൂടെ പോകുമ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നവർക്കറിയില്ലേ? ഉണ്ടാക്കാതെ നോക്കണം. അങ്ങനെയാണെങ്കിൽ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ആ കുഞ്ഞിനെയും കൊന്നേച്ചും മീഡിയയുടെ മുമ്പിലൊക്കെ വന്നിരുന്നിട്ട്
അത് ചെയ്തു ഇത് ചെയ്യുന്ന ഒരു സ്ത്രീ അല്ല അവള് ഇതിനു വേണ്ടി മാത്രം ഇരിക്കുന്ന സ്ത്രീയായിട്ട് ഞാൻ കാണും. ഇങ്ങനെ ചെയ്താൽ എന്താ കുഴപ്പം? സുഖമല്ലേ? കാശ് അവനെ ഉണ്ടാക്കി കൊണ്ടുവന്ന് കൊടുക്കും. അവൻ്റെ മുഖംമൂടി പോകുന്നറിയാം, കൊടുത്ത് അവൾ സുഖമായിട്ട് ജീവിക്കട്ടെ. എപ്പോഴെങ്കിലും അത് അച്ഛന് മാനസാന്തരം വന്നിട്ട് ചിലപ്പോൾ കൂടെ ഒരുമിച്ച് താമസിച്ചാലോ? ആൾക്ക് കുടുംബമുണ്ടെങ്കിൽ കുടുംബമുണ്ടെങ്കിൽ നോക്കിയാലോ? കുടുംബമുള്ളവരൊന്നും ചിലപ്പോൾ 2, 3 ചിന്ന വീടെന്നൊക്കെ പണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവാം. ഉണ്ടായാൽ നല്ലത്. അതിനൊന്നും ഒരു ഇതിലൊന്നും ഞാൻ പറയില്ല. ഓരോരുത്തരും ഇഷ്ടം. അങ്ങനെ ആവണം എന്നല്ല ഞാൻ പറഞ്ഞത്, ഇഷ്ടം. ഇല്ലെങ്കിൽ അവൾ വേറെ കല്യാണം കഴിച്ചോട്ടെ, കുട്ടിയുണ്ട്, ആ സ്വീകരിക്കാൻ നേരാണ് കല്യാണം കഴിച്ച് ജീവിക്കാലോ. ഞാൻ പറഞ്ഞത് ഇതുപോലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നതിലും ഭേദമല്ലേ. ഈ മുമ്പ് നമ്മൾ പറയാറുണ്ട്, ഈ പൊതുവായിട്ടുള്ള പബ്ലിക് ട്രാൻസ്പോർട്ട് സംവിധാനങ്ങളിൽ ട്രെയിനിൽ ബാക്കി എവിടെയോ ഈ സീറ്റിന്റെ സംവരണ കാര്യങ്ങളിൽ ബസ്സിൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇത് ഇടക്കാലത്ത് ഇത് എന്തിനാണ് അങ്ങനെ എന്നുള്ളൊരു സംവരണത്തിന്റെ ആവശ്യം എന്താണ്, ഈ സീറ്റ് ഒരു പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്തിനാന്നുള്ള ചിന്തകളും ചർച്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. വീണ്ടും ഈ വിഷയങ്ങൾ നടക്കുമ്പോൾ മുഴുവൻ ബസ്സിലാണ് തുടരായിട്ടുണ്ടായിട്ടുണ്ട്. അപ്പം ഇനി അതൊരു സാധ്യതയെ കുറിച്ച് ചിന്തിക്കാനേ പറ്റുന്നില്ല. മറ്റേത് ആ സീറ്റ് വേണം, അവിടെ ഞങ്ങൾക്ക് ഇരിക്കണമെന്ന് അവകാശപ്പെടുന്ന പുരുഷന്മാർ തന്നെ പറയും ഇനി സീറ്റ് കിട്ടിയാലും അവർക്കൊപ്പം ഇരിക്കണ്ട എന്നുള്ള രീതിയിലേക്ക് മാറി ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പൊ ഇതിങ്ങനെ ഈ പേടി എവിടെ കൊണ്ടെത്തിക്കും? രണ്ട് ചേരിയായിട്ട് മാറുമോ? ബസ് മാത്രമല്ല, ഇപ്പൊ വേറൊരു വലിയൊരു പഴഞ്ചൊല്ലുണ്ട്, ഇല വന്ന് മുള്ളി വീണാലും മുള്ളു വന്ന് ഇല വീണാലും ആർക്കാ കേട്? ഇപ്പൊ മുള്ളിനാ കേട്, ഇലയൊന്നുമില്ല. ഇല ഇങ്ങനെ നടക്കാണ്, എങ്ങനെ മുള്ളു കുത്തിക്കാം, ആൾക്കാരെ എങ്ങനെ കുത്തിച്ച് വീഴ്ത്താന്ന് പറഞ്ഞ് നടക്കുക. കാലം മാറി. ആ ബസ്സിൽ കയറിയാലും ഇതുപോലെയുള്ള എണ്ണങ്ങൾ ഉണ്ടെങ്കിൽ പുരുഷന്മാർക്ക് യാതൊരു സെക്യൂർ ഇല്ല. എത്ര ക്യാമറ വെച്ചാലും സെക്യൂരിറ്റി ഇല്ല. ബസ്സുകളിൽ ക്യാമറ ഉണ്ടെന്ന് തോന്നുന്നു. എന്ത് ചെയ്യാനാ ഈ തിരക്കിന്റെ ഇടയ്ക്ക്? ഇനി അങ്ങനെ പതിവ്രതകളായ പുരുഷന്മാർ തൊടുമ്പളത്തേനും ഇത് വരുന്ന ആൾക്കാരെ ഈ ബസ്സിൽ കയറരുതെന്നേ, വേറെ സംവിധാനം ഉണ്ടാക്കി പോട്ടെ. തിരക്കുള്ള ബസ്സിൽ കയറണ്ട. ചിലപ്പോൾ തിരക്കുള്ള ബസ്സിൽ കയറുമ്പോൾ അറിയാതെ മുട്ടിലും തട്ടലൊക്കെ ഉണ്ടായിന്ന് വരും. അത് സോൾവ് ചെയ്യേണ്ടത് നമ്മളാണ്. എനിക്ക് പറയാൻ കഴിയണം, ചേട്ടാ മുട്ടല്ലേ ചേട്ടാ, താല്പര്യമില്ല, ഒന്ന് നീങ്ങിക്കൂ, തീർന്നു അവിടെ ഇല്ലേ? പക്ഷേ വേറൊരുത്തം പിന്നെ വന്ന് മുട്ടുവോ? അല്ല, ഈ തിരക്ക് വന്നു കഴിഞ്ഞിട്ട് മുട്ടിലുണ്ടാവും എന്ന് പറയുന്നോട് എനിക്ക് യോജിപ്പില്ല. അല്ലാദ്യം വരെ എങ്ങനെ ആ ഡ്രൈവർ ഒന്ന് ബ്രേക്ക് ചവിട്ടിയ അങ്ങേ അറ്റത്ത് നിൽക്കുന്ന ആള് പെണ്ണിന്റെ മേത്താ വന്ന് വീഴുക. അപ്പൊ എന്ത് പറയും? അവൻ എന്റെ മേത്ത് വന്ന് വീണെന്ന് പറയോ? അതും കേസാക്കുവോ? ഞാൻ പറഞ്ഞ അതാണ്. ഒരു സ്ഥലത്ത് ഇപ്പോ ഇങ്ങനെ നിൽക്കുന്ന ഒരാൾക്ക് ചിലപ്പോ ബസ്സല്ലേ, ഒരു കുഴി ചാടുമ്പോൾ ചിലപ്പോ ഒന്ന് ഇങ്ങനെ മുട്ടിന്ന് വരും. അങ്ങനെ മുട്ടണത് അപ്പോഴേക്കും കേസാക്കാൻ പറ്റുമോ നമുക്ക്? ഇങ്ങനെയുള്ള പതിവ്രതകൾ ബസ്സിൽ കയറരുതെന്നേ. ശരിക്കും ദീപകിന്റെ വിഷയത്തില് ദീപക് ആത്മഹത്യ ചെയ്തില്ലായിരുന്നെങ്കിൽ, മരണപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ എല്ലാവരും പുരുഷന്മാരെ അനുകൂലിക്കുന്നു, മെൻസ് അസോസിയേഷൻ വരണം, ഇതിന്റെ കമ്മീഷൻകാരുകൾ വരണം, ആ കുടുംബത്തെ അനുകൂലിക്കുന്നു, ഈ ഒരു കേസ് ആർക്കും വരരുതെന്നൊക്കെ പറയുന്നു. ഇതൊരു മരണത്തിന് ശേഷം സംഭവിക്കുന്നത്. ആ മരണം സംഭവിച്ചില്ലായിരുന്നെങ്കിൽ, ആത്മഹത്യ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും പ്രതിയായിട്ട് നിലനിൽക്കുക ദീപക്കായിരുന്നില്ല. അല്ല, ഞാൻ പറയണു ഒരിക്കലും അല്ല. ആ വീഡിയോ കണ്ട ഞാനാണ് ഇതിന് ശക്തമായിട്ട് ഞാൻ പ്രതികരിക്കും. ആ ദീപക്കിനെ പോയി കാണുകയും ചെയ്യും. കാര്യം എന്താണെന്നറിയോ? ഈ ഒരു ദീപക്കിനെ അത്രയും ചങ്കുറപ്പുകൊണ്ട് അവൻ പിടിച്ചു നിൽക്കും. മരിച്ചില്ലായിരുന്നെങ്കിൽ നാളെ വേറെ ദീപക്ക് വരും, അവൻ പോകും. ആർക്ക് പോകും? ആ കുടുംബത്തിന്. അമ്മയുടെ ദുഃഖം ആര് കാണും? അത് സ്ത്രീയല്ലേ. പലപ്പോഴും ആളുടെ ജീവൻ നഷ്ടപ്പെടുമ്പോൾ ഒരു മരണം ഒരു മനുഷ്യനെ മാറ്റി എഴുതപ്പെടുന്ന രീതി പറയും. നല്ല രീതിയിലേക്കാണെങ്കിലും മോശം രീതിയിലേക്കൊക്കെ മാറ്റം വന്നേക്കാം. അപ്പോൾ ഈ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ ആദ്യം വന്ന സമയത്ത് 2 അഭിപ്രായമുണ്ട്, സമ്മിശ്ര അഭിപ്രായങ്ങൾ വരുന്നുണ്ടായിരുന്നു. തെറ്റുകാരനൊന്നും അല്ല എന്നുള്ള രീതിയിലേക്ക്. കാരണം ഇതിന് മുമ്പ് ഒരു പരസ്യത്തിന്റെ ഭാഗമായിട്ട് വരെ ഈ ബസ്സിലിരിക്കുന്ന വീഡിയോ കാരണമാണെന്ന് നമ്മൾ കണ്ടുള്ളതാണ്. ഇതിന്റെ മാർക്കറ്റിംഗ് തന്ത്രമായി വരുന്ന കണ്ടാണ്. അപ്പോഴാണ് ഈ തുടരെ ഈ സംഭവം കൂടി ഉണ്ടാവുന്നത്. അപ്പം ഈ എപ്പോഴും ഒരു കാര്യം എന്താണെന്ന് യാഥാർത്ഥ്യം എന്ന് മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ ഒരു വിഷയം ആദ്യമേ തന്നെ ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഇത് മാറുന്നുണ്ട്. അപ്പം ഇത് വുമൺ കാർഡാണോ സത്യത്തിൽ? ചില 20% ആൾക്കാരെ വുമൺ കാർഡ് തന്നെ. അവരുടെ വിചാരം ഇതുകൊണ്ട് എന്തൊക്കെയോ ആവാന്നും. ഞാൻ ചോദിക്കണേ, ഇപ്പൊ ഉണ്ടായ ഇൻസിഡന്റ് ഇല്ലേ, ഇതിനു മുമ്പുള്ള ഇൻസിഡന്റ് തീർന്നിട്ടില്ല. ഒരു KSRTC ബസ്സിൽ ഒരുത്തനെ ഒരു ആളെ മാക്സിമം കൊല വിളിച്ചിട്ട് വീഡിയോ എടുത്തിട്ട് ഒരു തീർന്നിട്ടില്ല. അതിന്റെ തെളിവും കാര്യമായിട്ട് നടക്കണ്ടേ ഉള്ളൂ. തൊട്ടടുത്ത് ഇത് തന്നെ ചെയ്തപ്പോൾ ഇവളുടെയൊക്കെ മെന്റാലിറ്റി എന്താണ്? ഇതിനെയൊന്നും ഇവിടെ ഭൂമിയിലേ കാണരുതെന്ന് ഞാൻ പറയണത്. ഇത്രയും ചെയ്യണതിനുപരി ഞാൻ പറയട്ടെ, തൻ്റെ അടുത്ത് കൂടി ഇവിടെ നിയമങ്ങളുള്ളടത്ത് കൊണ്ടുപോയാൽ എന്താ? അപ്പൊ ഇവൾക്ക് ഈ പബ്ലിസിറ്റി കിട്ടില്ല, അപ്പൊ ഇവൾക്ക് റീച്ച് കിട്ടത്തില്ല, ഇവള് നല്ല ആളെന്ന് പറയില്ല. ഇവള് വിചാരിച്ചത് ഇത് അങ്ങോട്ട് വലിയ കത്തി, ഞാൻ അങ്ങോട്ട് വലിയ ആളാവെന്ന് വിചാരിച്ചത്. പൊതുപ്രവർത്തി കൂടിയാണ്, വാർഡ് മെമ്പറാണ്. അപ്പൊ കുറച്ചുകൂടി റീച്ച് കിട്ടും. ഇപ്പൊ റീച്ച് കിട്ടിയല്ലേ ഇപ്പൊ നന്നായിട്ട്. ഏതെങ്കിലും ഒരാൾ ആ വീഡിയോ കണ്ടിട്ട് അതിന് സപ്പോർട്ട് ചെയ്യോ? ഇല്ല, ചെയ്യില്ല. കാരണം വേറെ കാര്യം, മരണത്തിന് ശേഷമാണ് ഒരാൾ പോലും സപ്പോർട്ട് ചെയ്യാതിരുന്നത്. അതിന് മുമ്പ് ഇത് 2 രീതിയിലേക്കുള്ള അഭിപ്രായങ്ങൾ അതിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇല്ലല്ല, ഞാൻ കണ്ടപ്പോഴേ പറഞ്ഞു ഇത് എടുത്തത് മനഃപൂർവ്വം എടുത്താൽ. ഞാൻ അപ്പോഴേ പറഞ്ഞു, ഏത് ബോധമുള്ളവരും വിവരമുള്ള വീഡിയോ കുറിച്ച് അറിയുന്നവൻ ആ സാധനം കണ്ടാൽ മനസ്സിലാവും. പിന്നെ ഇത്രയൊന്നും അറിവില്ലാത്ത ആൾക്കാർ പെട്ടെന്ന് അയ്യോ ആ പെണ്ണ് കാവല്ലോ, അയ്യോ ഇങ്ങനെ ചെയ്തില്ലേ. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക, ആ ബസ് ആടി ഒലിയുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ഈ കൈ ഇങ്ങനെ ടച്ച് ചെയ്തിരിക്കുന്നത്. ആ ബാഗും ഉണ്ട്, അയാളെ നോക്കണ പോലും ഇല്ല. ഈ നിൽക്കുന്ന സ്ത്രീയാണെന്ന് പോലും ആ പാവം തിരിഞ്ഞു നോക്കിയിട്ടില്ല.
അങ്ങനെ ഒരാളെയല്ലേ കൊന്നു കളഞ്ഞത്. ഇത്ര ആൾ മരണപ്പെട്ട് കഴിഞ്ഞിട്ടും അതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളുണ്ടായിരുന്നു. ഈ വാർത്തകളിൽ ഷിംഷി ഇവളുടെ മുഖം ബ്ലറായിട്ട് കാണിക്കുന്നത്, ആളുടെ മുഖം കൃത്യമായിട്ടും എന്തുകൊണ്ടായിരിക്കും ഞാനിത് പലവട്ടം ചോദിച്ചിട്ടുണ്ട്, വലിച്ചു കീറിയ പെണ്ണിന്റെ മുഖം കാണിക്കണമെന്ന്. പക്ഷെ നിയമം അങ്ങനെയാണ് പോലും എന്നാണ് പറയുന്നത്. എനിക്ക് നിയമത്തെ കുറിച്ച് അറിയില്ല. നിയമത്തിൽ സ്ത്രീയെ കാണിക്കാൻ പാടില്ലെന്ന്. അതെന്ത് നിയമമാണ്? ആ നിയമം മാറ്റി എഴുതാൻ പറ്റും. അപ്പൊ ഈ പ്രതിവാദി എന്നുള്ള വ്യത്യാസങ്ങളല്ല, ശരിക്കും ഈ നിയമം ഏത് തന്നെയാണെങ്കിലും അവിടെ പ്രതിയാണെന്നുണ്ടെങ്കിലും സ്ത്രീയെ കാണിക്കരുതെന്നാണോ പറയുന്നത്? അതാണ് നിയമം എന്നാണ് പറയണത്. എനിക്ക് ആ നിയമത്തെ കുറിച്ചുള്ള പഠിപ്പും വിദ്യാഭ്യാസം ഒന്നും എനിക്കില്ല. പക്ഷെ ഞാൻ പറയണത്, കാണിക്കാൻ പറ്റിയ അവസരം ഉണ്ടെങ്കിൽ ഏതെങ്കിലും ചാനൽ കാണിക്കണം, അന്ന് വരണോടത്ത് വെച്ച് വരട്ടെ എന്ന് വിചാരിക്കണം. ആൾക്കാർ കാണട്ടെ ഇതുപോലെയുള്ള എന്തിനൊക്കെ. പക്ഷെ ഇപ്പൊ കണ്ടല്ലോ, അവളെ എല്ലാവരും കണ്ടല്ലോ, ആ വീഡിയോയിൽ എല്ലാവരും കണ്ടില്ലേ, എന്തിനാ കാണിക്കണത്? പിന്നെ ചാനലുകൾ ഉണ്ടാവുമായിരിക്കും നിയമം ഇങ്ങനത്തെ കാണിക്കരുത്, നമ്മളെല്ലാവരും അവളെ കണ്ടല്ലോ. ശരിക്കും ഇവിടെ ഒരു മെൻസ് അസോസിയേഷൻ അനിവാര്യമാണോ? 100% അനിവാര്യം. പിന്നല്ലാതെ നിങ്ങൾക്ക് എന്താ ഉള്ളത്? ഇപ്പൊ തന്നെ കണ്ടോ, ഒരാളങ്ങ് പോയി. നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ ആരോട് പോയി സംസാരിക്കുക? അവിടെ പോയി സംസാരിച്ച് എല്ലാവരും കൂടെ കൂട്ടായിട്ട് നിന്ന 20% സ്ത്രീകളെ നിങ്ങൾ ആക്രമിക്കേണ്ടി വേണം. നിങ്ങൾ തുരത്തവരെ, അവരെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കാൻ വിടല്ലേ. നിരപരാധികളാണ് പോണത്. അപരാധം ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ആണുങ്ങൾ മുഴുവൻ അയ്യോ അവർ ഫുള്ള് സൽസ്വഭാവികളാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എത്ര പേരുണ്ട് പാമ്പിനെ അഴിച്ചിട്ട് ഒരു ഭാര്യയെ കൊന്നവനുണ്ട്. ഒരുപാട് ആൾക്കാരുണ്ട്, എടുത്ത് നോക്കിയ ഹിസ്റ്ററി പുറകോട്ട് നോക്കിയ ഇല്ലേ, എത്ര പേരുണ്ട്. ഇതൊക്കെ നല്ലവരാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. തെറ്റ് ചെയ്ത ഏതൊരു പുരുഷനായാലും ശിക്ഷിക്കണം, വേണ്ടാന്ന് ഞാൻ പറയുകയില്ല, അവരെ അനുകൂലിക്കുകയില്ല. പക്ഷെ ഒന്നും ചെയ്യാത്ത നിങ്ങളെപ്പോലെ ഒരുപാട് ആൾക്കാർ അനുഭവിക്കുന്നുണ്ട്. എന്ത് നോക്കിപ്പോയതുകൊണ്ട് കുറ്റം, തോണ്ടാതെ തോണ്ടി എന്ന് പറഞ്ഞ പ്രശ്നം. എന്താ നിങ്ങൾ ഇപ്പം നടക്കണ എന്താണ്? ഇപ്പോഴത്തെ ഈ ഒരു ഉദാഹരണം മാത്രം പോരെ. സ്ത്രീകളെ എങ്ങനെ സപ്പോർട്ട് ചെയ്യണം? സ്ത്രീകൾ തന്നെ സപ്പോർട്ട് ചെയ്യില്ലാത്ത അവസ്ഥയാക്കി. എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു സ്ത്രീ ഞാൻ ഇങ്ങനെ വരുന്നത് ഞാൻ സപ്പോർട്ട് ചെയ്യില്ല. ഞാൻ തുറന്ന് പറയും, എനിക്ക് ഈ ഫെമിനിസ്റ്റ് അത് എന്ന് പറഞ്ഞാൽ ഞാൻ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കില്ല. എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ സപ്പോർട്ട് ചെയ്യണത്? ഞാൻ എന്തായാലും മെൻസ് കമ്മീഷൻ വരണമെങ്കിൽ ഇനി എന്തൊക്കെ പ്രശ്നം വന്നാലും ഞാൻ രാഹുൽ ഈശ്വർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന അത് ഒരാളെങ്കിലും വേണം. നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യണമെങ്കിൽ ആരെങ്കിലും മുന്നോട്ട് വന്നാലേ ഇത് നടക്കുകയുള്ളൂ. നടക്കുകയാണെങ്കിൽ എന്ത് പ്രശ്നം വന്നാലും ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കും. അതിന് ആരെന്ത് എതിർത്താലും സ്ത്രീകളെ എന്നാലും എനിക്ക് നേരിടാൻ അറിയാം. എനിക്ക് ഒരു പേടിയില്ല അവരെയൊന്നും. കാരണം ഞാൻ അവർക്ക് ഒന്നും അടിമയല്ല. എല്ലാവർക്കും അവനവൻ്റെ നിലപാടുണ്ട്. ആ നിലപാടിൽ ജീവിക്കുന്ന ആളാണ് ഞാൻ. ഈ നിലപാട് എന്ന് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകും. ശരിക്കും ഈ ഒരു മരണത്തിന് ശേഷം പോലും എല്ലാവരും ഒരേ സ്വരത്തിൽ എന്നുള്ള രീതിയിലേക്ക് ആളെപ്പറ്റി അഗെയിൻസ്റ്റായി നിൽക്കുമ്പോഴും ദീപകിൻ്റെ തെറ്റില്ല എന്ന് പറയുമ്പോഴും ചില പോസ്റ്റുകൾ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ശ്രീലക്ഷ്മി അറക്കലിൻ്റെ പോസ്റ്റ് നമ്മൾ കണ്ടതാണ്. ഇതിന് മുമ്പുണ്ടായിരുന്ന KSRTC വിവാദം ഉണ്ടായിരുന്നു സവാദിൻ്റെ വിഷയത്തിൽ. അപ്പം അതും ഒരു തവണ രണ്ടാമത്തെ തവണയൊക്കെ ഇത് ആവർത്തിക്കപ്പെട്ടതാണ്. ശ്രീലക്ഷ്മി പറയുന്നുണ്ട് അന്ന് സവാദ് മരണപ്പെട്ടിരുന്നെങ്കിൽ ആൾ തെറ്റുകാരനാവല്ലാതിരിക്കുമോ എന്നുള്ളത്. അത് മരണമാണോ ഈ മനുഷ്യനെ ദീപകിനെ ശുദ്ധനാക്കിയത് എന്നുള്ള തരത്തിലേക്ക് ശരിക്കും അങ്ങനെ ഉണ്ടോ? എന്താ തോന്നുന്നു? ഇല്ല, അങ്ങനെ ഒരു മരണം കാരണം നമ്മൾ ഒരാളെ ഇപ്പോൾ ശരി ഒരു തെറ്റ് ചെയ്തവൻ മരിച്ചു കഴിഞ്ഞാൽ അയാൾ തെറ്റ് ചെയ്തിട്ടില്ല, മരിച്ചു പോയില്ലേ, പാവമില്ലേ എന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അതിൻ്റെ എവിഡൻസ് നോക്കിയിട്ടാണ് നമ്മൾ റിയലൈസ് ചെയ്യുന്നത്. ഞാൻ പല ആവർത്തി വീഡിയോ ഒരു ഇന്നലെ രാത്രി മുതൽ തിരിച്ചും കാരണം എന്തറിയോ, നമ്മളൊരു വർത്താനം പറയാൻ സംസാരിക്കാൻ വന്നിരിക്കുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു വോയിസ് പാടില്ല. കാരണം അതെനിക്ക് ബാധിക്കും. അതുകൊണ്ട് ഞാൻ ആ സാധനം ശരിക്കും നോക്കി പോസ് ചെയ്ത് ഇതെന്താണ്, ഇങ്ങനെ കണ്ണ് പോകുന്നുണ്ടോ, ദീപകിൻ്റെ ലുക്ക് പോകുന്നുണ്ടോ, എല്ലാം നോക്കി പഠിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിനകത്ത് ഒരു പോയിന്റ് പോലും ഇല്ല. പിന്നെ ആ സ്ത്രീ എടുക്കുന്ന വീഡിയോ കണ്ടാലറിയാം എന്ത് സന്തോഷമായിട്ട് ആ സ്ത്രീ വീഡിയോ എടുക്കുന്നത്. ഒരു പുരുഷനെ മുട്ടി ആസ്വദിച്ചിട്ടാണോ വീഡിയോ എടുക്കുന്നത്? ആണോ? അത് പറഞ്ഞു തന്നെ. ഞാനൊരു സ്ത്രീയാണ്, എന്നെ അങ്ങനെ എന്തെങ്കിലും മുട്ടികാരെങ്കിൽ തോന്നി ഞാൻ ആദ്യം നോക്കും. ഓ അറിയാതെ അല്ലേ, സോറി, ഓക്കെ വിട്ടു. പിന്നെ ആവും മുട്ടിയാൽ പറയാം മോനെ അങ്ങനെ നീങ്ങി കിട്ടോ എന്ന് പറയാനുള്ള ആർജവം എനിക്കുണ്ട്. എല്ലാ സ്ത്രീകൾക്കും അത് ഉണ്ടാവും. ഇവരെന്തോ പറഞ്ഞ എന്തോ പാർട്ടി എന്തൊക്കെയോ ഉണ്ടെന്നല്ലേ പറഞ്ഞേ. വാർഡ് മെമ്പർ. അപ്പൊ ഇത്രയും അറിവുള്ള ആളാണോ ഇങ്ങനെ കാണിക്കുന്നത്? ഇപ്പൊ തന്നെ ഓൾറെഡി വിവാഹം കഴിക്കുക എന്നുള്ള അഭിപ്രായത്തിനോട് യോജിപ്പില്ലാതെ വേണ്ട എന്നുള്ള അഭിപ്രായം കൂടി തുടങ്ങി. പിൽക്കാലത്ത് ഇത് എങ്ങനെ സംഭവിക്കുന്നു തോന്നണേ വിവാഹ ജീവിതം ജീവിതമൊക്കെ? എനിക്ക് തോന്നുന്നത് പണ്ടൊക്കെ നമ്മള് പെണ്ണ് കാണലും ഇതൊക്കെ, ഇതിപ്പോ പെണ്ണ് കാണലൊക്കെ വാട്സപ്പിൽ കഴിഞ്ഞു, നേരിട്ട് കാണലും കഴിഞ്ഞു. ഇനി ഒറ്റ കാര്യമുള്ളൂ, കല്യാണം കഴിഞ്ഞ് കിട്ടിയതിന് ശേഷം മര്യാദയ്ക്ക് കുടുംബജീവിതം രണ്ടുപേരും കൊണ്ടുപോകാം. അതിന് മുമ്പ് ചിന്തിച്ചിട്ട് കാര്യമേ ഇല്ല, ഒരു കാര്യമില്ല. ഇല്ലെങ്കിൽ പിന്നെ ചൈനയിൽ നിന്നൊക്കെ വല്ല ഇറക്കുമതി ചെയ്ത് വല്ല യന്ത്രത്തിലുള്ള ആൾക്കാരെയൊക്കെ നിവൃത്തിയില്ല. കാരണം ഇന്ന് പെൺകുട്ടികളെല്ലാം പല പല പാഷനുമായി പലരും വിദേശത്ത് പോയി ജോലി, വിദേശം, പിന്നെ അവരെന്നെ ആൾക്കാരെ കണ്ടുപിടിക്കുന്നു. 2 മാസം 2 കൊല്ലം കൂടെ നിൽക്കുന്നു. അവൻ പോരാ ഇവൻ പോരാ എന്നിട്ട് അവരെ വിടുന്നു. ഇതാണ് കാലം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കയ്യിൽ വന്നതിന് ശേഷം കുടുംബം നന്നായിട്ട് പോകാൻ ശ്രമിക്കുക. അല്ലാണ്ട് ഇതിനകത്ത് യാതൊരു പോംവഴി ഞാൻ കാണുന്നില്ല. മെൻസ് അസോസിയേഷൻ രൂപീകരിച്ചു, വേണ്ടാതെ പറഞ്ഞവരെ പിന്തുണച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.
പക്ഷേ അതിൽ സ്ത്രീയുടെ സാന്നിധ്യം വരുന്ന ലോജിക്കലി പ്രശ്നം ഉണ്ടായിരിക്കാം. സമീപിക്കുകയോ അല്ലെങ്കിൽ അതിന്റെ ഭാഗമാവോ ചെയ്തോ ശരിക്കും ഈ അസോസിയേഷന്റെ ഭാഗമായിട്ട് നിലനിൽക്കും? 100% ഞാനിപ്പോൾ മെൻസ് അസോസിയേഷന്റെ ഭാഗം തന്നെയാണ്. ഞാനാണ് കഴിഞ്ഞ പാളയത്ത് റോഡ് ഷോയ്ക്ക് ഞാനാ പോയിട്ട് ഫ്ലാഗ് ചെയ്തത്. ഇനി എൻ്റെ കൂടെ നിൽക്കാനെന്ന് പറഞ്ഞു വരുന്ന സ്ത്രീകൾ ഒരുപാടായി ഇപ്പോൾ ഉണ്ടോ? തീർച്ചയായിട്ടും അതിലേക്കാണ് എൻ്റെ ചോദ്യം വരുന്നത്. തീർച്ചയായിട്ടും ഇപ്പൊ സ്ത്രീകൾ നിങ്ങൾ കമന്റ് എടുത്ത് നോക്ക്. പ്രിയങ്ക ചേച്ചി പറഞ്ഞ അഭിപ്രായത്തിൽ ഞങ്ങൾ കമന്റ് ബോക്സിൽ അത് വെച്ച് നോക്കുമ്പോ ഞാനും ആദ്യം വിചാരിച്ചോ ഇതിവരെ വെറുതെ പറഞ്ഞിട്ട് പോണം. അല്ല, എന്നോട് പറഞ്ഞു ഞാൻ വരാം ചേച്ചിയുടെ കൂടെ, ഞങ്ങൾ കൂടെ ഉണ്ട്. എന്താണ് ഉന്നയിക്കുന്ന അവകാശവാദങ്ങളും? ഒന്നുമില്ല. അവരും പറഞ്ഞത് ഞങ്ങളുടെ കുടുംബത്തിൽ ആണുങ്ങളുണ്ടെന്ന്, അവരെ പ്രൊട്ടക്ട് ചെയ്യണ്ടേ. അവർക്കൊരു അനുഭവം വരില്ല, എന്നാൽ അവർക്ക് അനുഭവം വരാതിരിക്കുമോ? അപ്പൊ ദുഃഖിക്കണത് ആരാണ്? അവരാ ദുഃഖിക്കും, ആ ഭാര്യ ദുഃഖിക്കും, ആ അമ്മ ദുഃഖിക്കും. അപ്പൊ പിന്നെ നിങ്ങളുടെ കൂടെ നിൽക്കണ്ടേ? മെൻസ് കമ്മീഷൻ പറഞ്ഞേ, ഞാൻ നോക്കിക്കോ, ഞാൻ ഇറങ്ങുവാണെങ്കിൽ എത്ര സ്ത്രീകൾ കൂടെ വരുമോ അവരൊക്കെ ഞാൻ ചേർത്തു. ഇതിങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഇപ്പോഴും നിൽക്കുന്ന ഒരു ആദിക്കുന്ന ഒരാളാണ് രാഹുൽ ഈശ്വർ. അവസാനം ഈ പറഞ്ഞതിന്റെ പേരിൽ അകത്ത് പോയി കിടക്കേണ്ടി വന്നു എന്നുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ആരാണോ പ്രതി അല്ലെങ്കിൽ ആരെ പറ്റിയാണോ പറയുന്ന ആള് പുറത്തുണ്ട്, ബാധിച്ച ആള് അകത്തായി പോയി എന്നുള്ള രീതിയിലേക്ക്. അപ്പോൾ ശരിക്കും ഇത്രയും വരുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ഉദ്ദേശ ലക്ഷ്യത്തെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ടോ? ഉണ്ട്, ഞാൻ പറയട്ടെ. അതൊക്കെ നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത സമയത്താണ് നമ്മൾ നിൽക്കുന്നത്. എന്തെങ്കിലും നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ തന്നെ വാക്കുകൾ ഒരെണ്ണം പോയാൽ മതി, എനിക്കെതിരെ വരും. നിയമത്തിനെ കുറിച്ച് പറഞ്ഞാൽ എനിക്കെതിരെ വരും. അത് സൂക്ഷിച്ചു കണ്ട് സംസാരിച്ചില്ലെങ്കിൽ ഞാനിക്കും ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് ശ്രദ്ധിക്കുക. അപ്പോൾ എന്തായാലും യാഥാർത്ഥ്യം ആളുകൾ തിരിച്ചറിയട്ടെ. നമ്മളെപ്പോഴും പറയുന്ന പോലെ 1000 കുറ്റവാളി രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാതിരിക്കട്ടെ എന്നുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു.